ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ബൈനാൻസ് വഴി നമുക്ക് എങ്ങനെ USDT മേടിക്കാമെന്ന് നോക്കാം. അതായത് P2P അല്ലാതെ സേഫായിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിന് ബാങ്ക് അക്കൗണ്ടിനൊന്നും പ്രശ്നം വരാത്ത രീതിയിൽ നമുക്ക് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒഫീഷ്യലായിട്ട് തന്നെ ബൈനാൻസിൻ്റെ സൈഡിൽ നിന്ന് USDT മേടിക്കാൻ പറ്റും. തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്നല്ല നമ്മൾ വാങ്ങുന്നത്. അതായത് P2P പോലൊന്നല്ല, ജസ്റ്റ് കാർഡ് വഴി എങ്ങനെ മേടിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഫസ്റ്റ് ബൈനാൻസിൻ്റെ ഹോം പേജിലോട്ട് ഞാൻ വന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ ബൈ ക്രിപ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. ഞാൻ വെബ് ബ്രൗസറിലാണ് കാണിക്കുന്നത്, മൊബൈലും ഈ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ബൈ ക്രിപ്റ്റോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പ്രൈസും USDT പ്രൈസ് ഒക്കെ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വരും. UPI വെച്ചിട്ടുള്ള P2P ഉണ്ട്, പിന്നെ നമുക്ക് പേഴ്സൺ ടു പേഴ്സൺ തന്നെ മറ്റേ IMPS ട്രാൻസ്ഫർ എല്ലാ പേയ്മെൻറ്റ്സും വരും. അപ്പോൾ ഇതിന് താഴെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് പേയ്മെൻറ്റ് കാണാം, കണ്ടില്ലേ? വിസ മാസ്റ്റർ കാർഡ്. ഇത് നമ്മുടെ പ്രീമിയം പോലത്തെ മറ്റേ ക്രെഡിറ്റ് കാർഡോ അത്തരം വലിയ ഹൈ എൻഡ് കാർഡ് വേണമെന്നൊന്നുമില്ല, സാധാ ഡെബിറ്റ് കാർഡ് മതി. ഞാൻ എൻ്റെ ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാണ് മേടിക്കുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാർഡിൻ്റെ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് കൺഫർമേഷൻ കൊടുത്തു. ഓക്കെ, കൺഫേം കൊടുത്തതിന് ശേഷം നമുക്കിവിടെ മിനിമം 1500 രൂപയ്ക്കാണ് USDT മേടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമുക്ക് 1500 രൂപ കൊടുക്കുമ്പോൾ 16.71 കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൺവേർട്ടിംഗ് റേറ്റ് ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ 1500 ഹരിക്കണം 16.71 എന്ന് പറയുമ്പോൾ ഏകദേശം 89.76 USDTയുടെ റേറ്റ് വരുന്നത്, നമുക്ക് പ്രൈസ് വരുന്നത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ നോയ്സ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് പറഞ്ഞോളൂ. അപ്പോൾ നമുക്ക് 89.76 ഇതിൻ്റെ USDT പ്രൈസ് വരുന്നത്. നമുക്ക് കൂടുതലാണോ കുറവാണോ ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഈ ഒരു പ്രൈസ്, കാരണം എനിക്കിത് സേഫ് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നാണ് USDT മേടിക്കാൻ പറ്റുന്നത്. ബാങ്ക് അക്കൗണ്ടിന് പ്രശ്നമൊന്നും വരുന്നില്ല P2P പോലെ. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ ഈ കാർഡ് വഴി വാങ്ങുമ്പോൾ ഈ കാർഡ് നമ്മുടെ ഇന്റർനാഷണൽ പേയ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം. അതായത് റുപ്പേ കാർഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ചില റുപ്പേ കാർഡ് സപ്പോർട്ട് ചെയ്യാം, എനിക്കറിയില്ല. പൊതുവേ എൻ്റെ ഒരു റുപ്പേ കാർഡ് ഉണ്ടായിരുന്നു, അത് സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ വരുന്ന റുപ്പേ കാർഡ്, പുതിയ റുപ്പേ കാർഡുകൾക്കൊക്കെ ഇന്റർനാഷണൽ പേയ്മെന്റ് ഉണ്ടെന്ന് ഞാൻ കേട്ടു. അപ്പോൾ വർക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വിസ കാർഡ്, മാസ്റ്റർ കാർഡ്, ഇനി ഇപ്പോൾ റുപ്പേ കാർഡ് ആയിക്കോട്ടെ, നിങ്ങൾ ഇതിൻ്റെ ഇന്റർനാഷണൽ പേയ്മെന്റ് ഓൺ ആക്കി ഇടണം. അത് ഏത് ബാങ്കിനും അവരുടെ ഒഫീഷ്യൽ ആപ്പ് ത്രൂ ചെയ്യാൻ പറ്റും. എൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ കാർഡാണിത്. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ആപ്പായിട്ടുള്ള SIB മിറർ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ. അതുവഴി ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുള്ള ഡെബിറ്റ് കാർഡിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ഇത് രണ്ടും സെപ്പറേറ്റ്ലി ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് അത് ഓൺ ആക്കിയിടും. എന്നിട്ട് പേയ്മെന്റിന് ശേഷം ഞാൻ അത് ഓഫ് ചെയ്തിടും. കാരണം ഞാൻ എപ്പോഴും എൻ്റെ കാർഡിൻ്റെ ട്രാൻസാക്ഷൻസുകൾ ഓൺ ചെയ്തിടാറില്ല, കാരണം അതൊരു സെക്യൂരിറ്റി റീസൺ ആണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അത് ചെയ്തിടുന്നത് നല്ലതാണ്, കാർഡിൻ്റെ ഡീറ്റെയിൽ ലീക്ക് ആയാലും നമുക്ക് സേഫ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ജസ്റ്റ് പോയിട്ട് ഇന്റർനാഷണൽ കാർഡ് പേയ്മെന്റ് ഓൺ ബാങ്ക് ആപ്പ് എന്നുകൊണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ SBI ഉണ്ട്, അതുപോലെ എല്ലാ ബാങ്കുകളിലും കിട്ടും. നിങ്ങളുടെ ബാങ്കിൻ്റെ പേര് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മെത്തേഡ് കിട്ടും. ഡെബിറ്റ് കാർഡ് ഫോർ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ത്രൂ യോനോ ലൈറ്റ്, ഇവരുടെ ആപ്പിൻ്റെ പേരാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഓരോ ബാങ്കുകൾക്ക് ഡിഫറൻറ്റ് ആപ്പുകളായിരിക്കും. അപ്പോൾ ആ ബാങ്കിൽ ഇന്റർനാഷണൽ പേയ്മെൻറ്റ് എനേബിൾ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ വാങ്ങാൻ പോകുന്നത് 2000 രൂപയ്ക്കാണ് ഞാനിവിടെ വാങ്ങാൻ പോകുന്നത്. ഓക്കെ, ഞാൻ 2000 രൂപ കൊടുത്തു. അപ്പോൾ എനിക്ക് 22.28 USDT ആണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി നോക്കാം, കൺവേർട്ടിംഗ് റേറ്റ് നോക്കാം. 2000 ഹരിക്കണം 22.28 ഞാൻ കൊടുക്കുമ്പോൾ 89.76 എനിക്ക് ഏകദേശം കിട്ടുന്ന കൺവേർട്ടിംഗ് റേറ്റ്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ റേറ്റിന് ഞാൻ വിസ കാർഡ് ഓൾറെഡി ഞാൻ ഒരു വട്ടം വാങ്ങി, ഇതുകൊണ്ട് ഇവിടെ ലിങ്ക്ഡായിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ബൈ ചെയ്യാണ്. അപ്പോൾ ഞാൻ ബൈ ഓപ്ഷൻ കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ CVV നമ്പർ കൊടുക്കണം. അതായത് നമ്മുടെ കാർഡിൻ്റെ ബാക്കിൽ ഒരു 3 അക്ക നമ്പർ ഉണ്ടല്ലോ, അപ്പോൾ അത് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ കൊടുത്ത് ജസ്റ്റ് കൺഫേം കൊടുത്തു. ഓക്കെ, കൺഫേം കൊടുക്കുമ്പോൾ എനിക്ക് എക്സ്ട്രാ ഒരു ഫീസ് അവർ നമ്മുടെ കാർഡിൽ നിന്ന് ചാർജ് ചെയ്യുന്നുണ്ട്. 40 രൂപ കാർഡിൽ നിന്ന് ചാർജ് ചെയ്യുന്നുണ്ട്, അവർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ബാക്കി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആ 2000 രൂപ കൺവേർട്ടിംഗ് റേറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, യൂസർ അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെയാണ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെയാണ്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ എൻ്റെ OTP ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. എനിക്ക് OTP ഇതാ മൊബൈലിൽ SMS ആയിട്ട് വന്നിട്ടുണ്ട് 179203. അപ്പോൾ ഞാൻ എൻ്റെ OTP ഞാൻ എൻ്റർ ചെയ്തതിന് ശേഷം കൺഫേം എന്നുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ഒക്കെ ഓൺ ആണ്. അത് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഫെയിലാണ് വരിക. അതൊക്കെ ഓണായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് ഈ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാനത് അവിടെ പോയിട്ട് ഓഫ് ചെയ്തിടും, ആപ്പിൽ പോയിട്ട്. അപ്പോൾ അത് 22.28 USDT എനിക്കിവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ചെക്ക് അസറ്റിൽ നോക്കിയാൽ ചിലപ്പോൾ ഫണ്ടിങ് വാലറ്റ് ആയിരിക്കും, ചിലപ്പോൾ സ്പോട്ടിലായിരിക്കും. ഇപ്പോൾ സ്പോട്ടിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സ്പോട്ടിൽ നമുക്ക് USDT വന്നു. ഇത്രയും സിമ്പിളാണ്. അപ്പം നിങ്ങൾ ആരും P2P പോയി തല വെക്കാണ്ടിരിക്കുക. അല്ലെങ്കിൽ ഈ ടെലിഗ്രാമിലൊക്കെ ഓരോ നോട്ടിഫിക്കേഷൻസും കുറേ പേര് ഇങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരും. ഒക്കെ സ്കാമുകളാണ്. ടെലിഗ്രാമൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ടെലിഗ്രാം ആയിക്കോട്ടെ വേറെ എന്തായിക്കോട്ടെ, നിങ്ങൾ വെറുതെ റിസ്ക് എടുക്കണ്ട. ഇത് ബൈനാൻസിൻ്റെ ഒഫീഷ്യൽ ത്രൂ നമുക്ക് കാര്യങ്ങളൊക്കെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇത് നമുക്കൊരു ജെന്യുവൻ സോഴ്സാണ്, റിപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് തന്നെ നമുക്ക് USDT ഒഫീഷ്യലായിട്ട് ബൈനാൻസിൽ നിന്ന് തന്നെ വാങ്ങി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനിത് കുറേ ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്ന കഴിച്ചാൽ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.